സേറ, എനിക്കൊരു ഡൗട്ട്. ഈ ഗോഡ് എനിക്ക് എല്ലാ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്തില്ലേ? ഫ്രൂട്ട്സിനെ ക്രിയേറ്റ് ചെയ്തു, ട്രീസിനെ ക്രിയേറ്റ് ചെയ്തു, അനിമൽസിനെ ക്രിയേറ്റ് ചെയ്തു. കണ്ടില്ലേ എന്തെല്ലാം ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് ഇരിക്കുന്നത്? സീനെ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഫിഷിനെ ക്രിയേറ്റ് ചെയ്തു, സ്കൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോഴേ ഇതെല്ലാം നമുക്ക് വേണ്ടിയല്ലേ ഗോഡ് ക്രിയേറ്റ് ചെയ്തത്? അപ്പോൾ ദൈവം ഇതെന്തിനായിരിക്കും നമ്മൾ എന്തിനാണ് യേശുവിനെ ക്രിയേറ്റ് ചെയ്തത്? ദൈവത്തിന് വേണ്ടി. പക്ഷെ എന്തിനായിരിക്കും ദൈവത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്? ചേച്ചി ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. ഏതൻ തോട്ടത്തിലെ ആദം ഹവ്വയുടെ തോട്ടം. അവിടെ യേശുവിന് അവർ രണ്ടിടത്ത് പറഞ്ഞു ഒരു ഫ്രൂട്ട് കഴിക്കരുതെന്ന്. പക്ഷേ അവർ ആ ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് യേശുവിന് അവർ പറഞ്ഞത് കഴിച്ചു. യേശുവിൻ കേൾക്കാതെ അവർ യേശുവിൻ പറഞ്ഞത് കേൾക്കാതെ അവർ കഴിച്ചു. അപ്പോൾ അത് പാപമായി മാറി ഇല്ലേ? അപ്പോൾ ദൈവം പറയുന്നത് കേൾക്കാത്തത് അനുസരണക്കേടാണ്. അപ്പോൾ അത് പാപമായി മാറും. പക്ഷെ ദൈവം നമ്മളെ ഇവിടെ നിർത്തി ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സേറ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടിയാണ്. പക്ഷേ ദൈവം പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ ദൈവം നമ്മളെ വസിക്കുകയില്ല. രണ്ടുപേരും കൂടെ രാവിലെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഏതൻ തോട്ടത്തില് രണ്ടുപേരും യേശു പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചു. അതാണ് നമ്മൾ ഡിസ്കസ്. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയുന്നത് അനുസരിക്കണമെന്ന്. അനുസരണ ഇല്ലാത്തത് കൊണ്ടാണ് പാപം ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആ പഴം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരത് കഴിച്ചു. അപ്പൊ പറയുന്നത് അനുസരിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? പാപം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ പാപം ചെയ്താൽ ഒരിക്കലും ദൈവം നമ്മളെ കൂടെ വസിക്കത്തില്ല. അപ്പൊ ദൈവം സകലത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി തന്നെ ആയിരുന്നു. എന്തായാലും കൊള്ളാലോ, നിങ്ങളെ കഥ നന്നായിട്ടുണ്ട്. അപ്പൊ ഈ കഥ ഞാൻ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഞാൻ അയച്ചു കൊടുക്കും.